മറ്റു വാർത്തകളിലേക്കാണ്. കാസർഗോഡ് ആര്യക്കോടിൽ ടോൾ പിരിവ് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി സമരസമിതി. 27 മുതൽ പണപ്പിരിവ് തുടങ്ങിയാൽ തടയുമെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞു. ജില്ലാ കളക്ടർ ടോൾ പിരിവിന് അനുകൂലമായി സംസാരിക്കുകയാണെന്നും MLA ആരോപിച്ചു. എന്തിന് കളക്ടർ ജനപക്ഷത്തല്ല കളക്ടർ നിൽക്കേണ്ടത്? ആ കളക്ടർ NH-ന്റെയും ടോളുകാരുടെയും ഭാഗത്ത് നിൽക്കുന്നത് എന്തിനെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. വല്ലാതെ ഞങ്ങൾ ഭയങ്കര ഫീൽ ചെയ്തു. ഞങ്ങൾ ജനങ്ങളുടെ ഒരു വിഷയം ഉന്നയിക്കാൻ കളക്ടറോടല്ലാതെ ആരോടാണ് പറയേണ്ടത്? MLA അടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ള പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെന്റേറ്റീവ്സ് ഉള്ള ഒരു യോഗത്തിൽ കളക്ടർ പെട്ടെന്ന് വിളിച്ച് ഞങ്ങളെ പോലീസിനെ വിളിക്ക്, അറസ്റ്റ് ചെയ്യ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കളക്ടറിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ഒരു സംസാരം ആദ്യമായിട്ടാണ്. ആ സമയത്ത് കളക്ടർ ഞങ്ങളുടെ ആവലാതികളും വേവലാതികളും കേട്ടുകൊണ്ടല്ല ഇടപെടേണ്ടത്. ഏതായാലും ഒരു കാരണവശാലും ടോൾ അവിടെ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ടോൾ പിരിവിന്റെ എതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. മാത്രമല്ല മഞ്ചേശ്വരം MLA കഴിഞ്ഞ ദിവസം കളക്ടർക്കെതിരെ വലിയൊരു ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കാസർഗോഡ് ആര്യക്കാടിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിച്ച താൽക്കാലിക ടോൾ പ്ലാസയിൽ പണപ്പിരിവ് നടത്തുന്നതിനെതിരെ സമരം ശക്തമാക്കാനാണ് ഇപ്പോൾ സമരസമിതിയുടെ തീരുമാനം. അനധികൃതമായിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ താൽക്കാലിക ടോൾ പ്ലാസ നിർമ്മിച്ചതെന്നും പണപ്പിരിവ് നടത്തുന്നതെന്നും ആരോപിച്ച് സമരസമിതിയും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിലെ വിധി 15-ന് വരും. അതിനു മുമ്പ് ഇത്തരത്തിൽ ടോൾ പിരിവ് നടത്തരുതെന്നാണ് പ്രധാനമായും ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ടോൾ പിരിവുമായി മുന്നോട്ട് പോകാനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. ഇതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളും AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ കളക്ടറേറ്റിൽ എത്തിയത്. കളക്ടറേറ്റിൽ എത്തിയപ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് അനുകൂലമായി കളക്ടർ സംസാരിക്കുകയായിരുന്നു എന്നാണ് ഈ ജില്ലാ MLA ആരോപിക്കുന്നത്. മാത്രമല്ല ജനപ്രതിനിധികളെയും ചർച്ചയ്ക്ക് എത്തിയവരെയും അപമാനിച്ചിറക്കി വിട്ടതായും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കളക്ടർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് കാസർഗോഡ് ആര്യക്കാടിയിൽ ഈ ടോൾ പ്ലാസ നിർമ്മാണത്തിനെതിരെ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധമുണ്ടായിരുന്നു. നിയമങ്ങൾ മറികടന്നാണ് ഇത്തരത്തിലൊരു താൽക്കാലിക ടോൾ പ്ലാസ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് 60 കിലോമീറ്റർ പരിധി വേണം ഒരു ടോൾ പ്ലാസയിൽ നിന്ന് മറ്റൊരു ടോൾ പ്ലാസയിലേക്ക്. പക്ഷേ കാസർഗോഡ് തലപ്പാടിയിൽ ആരംഭിക്കുന്ന ഒരു ടോൾ പ്ലാസ അടുത്തു തന്നെ 25 കിലോമീറ്റർ അടുക്കുമ്പോഴേക്കും മറ്റൊരു ടോൾ പ്ലാസ കൂടി ഉണ്ടാകുന്നത് ആളുകൾക്ക് കനത്ത പ്രഹരമാണ് സൃഷ്ടിക്കുന്നത്. ഇതിനെതിരെയാണ് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നിട്ട് വന്നിട്ടുള്ളത്. ഈ ഇത്തരത്തിലുള്ള നിർമ്മാണം അത് നിയമരഹിതമാണ്. അതിൽ ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല. ഈ ടോൾ പ്ലാസയ്ക്ക് അനുകൂലമായ നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് ഈ അധികാരികൾക്ക് താല്പര്യമെന്നാണ് ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിക്കുന്നത്. എന്തായാലും പ്രത്യക്ഷ സമരം കടുപ്പിക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ഒരു കാരണവശാലും 27-ാം തീയതി മുതൽ പണപ്പിരിവിന് അനുവദിക്കില്ല. കോടതി വിധി ഉണ്ടാകുന്നതുവരെ നിർത്തിവെക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലൊരു ധാരണയുടെ പുറത്താണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ അത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തെ ഏത് വിധേനയും ചെറുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സമരസമിതി പ്രവർത്തകരും മഞ്ചേശ്വരം MLA പറയുന്നത്. എന്തായാലും ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കളക്ടർ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഒരു കാര്യങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ ഉണ്ടായ ഗൗരവപൂർവമായ വിഷയങ്ങളിൽ ഇന്ന് കളക്ടർ മറുപടി പറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. കാസർഗോഡ് ആര്യക്കാടി ടോൾ പിരിവിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. 27 മുതൽ പണപ്പിരിവ് തുടങ്ങിയാൽ തടയുമെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടർ ടോൾ പിരിവിന് അനുകൂലമായി സംസാരിക്കുകയാണെന്നും MLA ആരോപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.